അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള ശ്രോതാക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിൻ്റെ 3ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എന്ന പുസ്തകമാണ് പരിചയപ്പെടുത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇതിനു മുമ്പ് നാം ചെയ്തു. ഇത് സെക്കൻഡ് പാർട്ടാണ്, 2ാം ഭാഗമാണ്. അപ്പോൾ ഇത് നമ്മൾ പറയാൻ പോകുന്നത് ഇവിടെ മുതലാണ്. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞു പേജ് നമ്പർ 6ാമത്തെ പേജിൽ അവിടെ നിന്നാണ് ഞാൻ എടുക്കാനുള്ളത്. എന്താണ് ഇതിൽ പറയുന്നത്? ഇതിൽ കുറേ സംഭാഷണം കാണുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെ സംഭാഷണം എന്നുള്ളത്. ശ്രദ്ധിക്കാം. കണ്ടോ, ഇവിടെ ഒരു പെൺകുട്ടിയുണ്ട്, ഇവിടെ കോഴിയുണ്ട്, 2 കോഴികളുണ്ട്, ഇങ്ങനെ കുറേ ഉണ്ട് ഭാഗങ്ങൾ. നമുക്ക് എന്തൊക്കെയാണ് ഇത് പറയുന്നത് പരിചയപ്പെടാം. മാ ദാലിക, മാ തിൽക എന്നാണ് ഈ കുട്ടി ചോദിക്കുന്നത്. മാ ദാലിക എന്താണത്, മാ തിൽക എന്താണത്. രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. പക്ഷെ ദാലിക എന്ന് ആരോടെ ചോദിക്കുക? ദാലിക എന്ന് എന്തിനെ കുറിച്ചാണ് പറയുക? പുരുഷനെ കുറിച്ച് പറയുള്ളൂ. സ്ത്രീയെ കുറിച്ച് എന്താ പറയുക? തിൽക്ക എന്നാണ് പറയുക. ആ വ്യത്യാസം മനസ്സിലായില്ലേ? അപ്പോൾ ഉത്തരം ദാലിക ദീക്കുൻ, അതൊരു ദീക്കാകുന്നു, പൂവൻ കോഴിയാണ്. ദാലിക ദീക്കുൻ, തിൽക്ക ദീക്കുൻ എന്ന് പറയില്ല, കാരണം പൂവൻ കോഴി ആണായതുകൊണ്ട്. അപ്പോൾ ആണുങ്ങൾക്ക് ഉപയോഗിക്കുന്ന പദമാണ് ദാലിക, ദാലിക ദീക്കുൻ. പെണ്ണാകുമ്പോൾ എങ്ങനെ പറയാം? തിൽക്ക ദജാജത്തുൻ എന്നാണ് പറയുക. ദാലിക ദജാജത്തുൻ എന്ന് പറയില്ല, തിൽക്ക ദജാജത്തുൻ, അത് പിടക്കോഴിയാകുന്നു. അടുത്തത് ഐനൽ ഹഖീബത്തു, ഐനൽ കിതാബു. ഐനൽ ഹഖീബത്തു ബാഗ് എവിടെയാണ്, ഐനൽ കിതാബ് പുസ്തകം എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത്. അതിന് ഉത്തരം അൽ ഹഖീബത്തു അല താവിലത്തി, ബാഗ് മേശമേലാകുന്നു. അൽ കിതാബു ഫിൽ ഹഖീബത്തി, പുസ്തകം ബാഗിന് ഉള്ളിലാകുന്നു, പുസ്തകം ബാഗിന് ഉള്ളിൽ ആകുന്നു. ഇതാണ് മറുപടി. അടുത്തത് ഇൻദി ജവ്വാൽ വാഹിദ്, ഇൻദി ഖലമാൻ ഇസ്നാൻ, ഇൻദി സലാസു കുതുബ്, വലി 4 അസ്തിഖ, ഫി മദ്രസതി 5 അസാതിദ, عندي 6 أقلام، في صفي 7 أولاد، فيه 8 كراسي، ولمدرستي 9 أبواب، ولها 10 شبابيك. ഇവിടെ നമ്മൾ എണ്ണം പഠിക്കുകയാണ്. 1 മുതൽ 10 വരെയുള്ള എണ്ണം പഠിക്കുകയാണ്. കണ്ടില്ലേ, ഈ ചുവപ്പ് അക്ഷരങ്ങളൊക്കെ എണ്ണങ്ങളാണ്. കണ്ടില്ലേ, ഈ കാണുന്ന ചുവപ്പ് വാക്കുകളൊക്കെ എന്താണ്? എണ്ണങ്ങളാണ്. 1 മുതൽ 10 വരെ. നമുക്കത് മാത്രം നോക്കാം, ചുവപ്പ് മാത്രം നോക്കാം. വാഹിദ്, ഇസ്നാൻ, സലാസ, 4, 5, 6, 7, 8, 9, 10. ഇവിടെ എഴുത്തിൽ വാഹിദുൻ എന്നുണ്ടാകും അല്ലേ? വാഹിദുൻ, ഇസ്നാനി, സലാസത്തുൻ, 4, 5, 6, 7, 8, 9, 10 എന്നുണ്ടാവും. പക്ഷേ നമ്മൾ സംസാരത്തിൽ കൊണ്ടുവരുമ്പോൾ എങ്ങനെ പറയാ? വാഹിദ് എന്നാണ് പറയാം. മനസ്സിലായോ? സംസാര രീതിയിൽ പറയുമ്പോൾ, സ്പോക്കണായിട്ട് പറയുമ്പോൾ വാഹിദ്, ഇസ്നാൻ, സലാസ, 4, 5 അങ്ങനെയാണ് അറബികൾ പറയാറുള്ളത്. അപ്പം നമ്മൾ അങ്ങനെ തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഇൻദി ജവ്വാൽ വാഹിദ്, എൻ്റെ അടുക്കൽ ഒരു ജവ്വാലുണ്ട്. എന്താ ജവ്വാൽ എന്ന് പറഞ്ഞാൽ? മൊബൈലിന് പറയുന്ന അറബി വാക്കാണ് എന്ത്? ജവ്വാൽ. മനസ്സിലായില്ലേ? ഓക്കെ. ഇൻദി ഖലമാൻ ഇസ്നാൻ, എൻ്റെ അടുക്കൽ 2 പേനയുണ്ട്. ഖലമാൻ എന്ന് പറഞ്ഞാൽ 2 പേന, ഖലം എന്ന് പറഞ്ഞാൽ 1 പേന, ഖലമാൻ 2 പേന. ഇൻദി സലാസത്തു കുതുബ്, എൻ്റെ അടുക്കൽ 3 പുസ്തകങ്ങളുണ്ട്. ഇൻദി സലാസത്തു കുതുബ്, എനിക്ക് 3 പുസ്തകം ഉണ്ട്. വലി 4 അസ്തിഖ, എനിക്ക് 4 സുഹൃത്തുക്കളുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. വലി 4 അസ്തിഖ, എനിക്ക് 4 കൂട്ടുകാർ ഉണ്ട്. ഫി മദ്രസത്തി 5
എൻ്റെ മദ്രസയിൽ 5 ഉസ്താദുമാർ ഉണ്ട്. ഇൻദി സിത്തത്തു അഖ്ലാം, എനിക്ക് 6 പേനയുണ്ട്. ഇൻദി സിത്തത്തു അഖ്ലാം, എനിക്ക് 6 പേനയുണ്ട്. ഫി സഫി സബ്അത്തു ഔലാദ്, എൻ്റെ ക്ലാസ്സിൽ, സഫ് എന്ന ക്ലാസ്, ഫി സഫി സബ്അത്തു ഔലാദ്, എൻ്റെ ക്ലാസ്സിൽ 7 ആൺകുട്ടികൾ ഉണ്ട്. ഫീഹി സമാനിയത്തു കറാസി, അവിടെ 8 കസേരകൾ ഉണ്ട്. കറാസി കുർസിയുടെ ജംആണ് കറാസി. കുർസി എന്ന് പറഞ്ഞാൽ ഒരു കുർസി, അതിന് ജമ്മായിട്ട് ബഹുവചനമായിട്ട് എന്ത് വരും? കറാസി എന്നാണ് പറയുക കേട്ടോ. ഫീഹി സമാനിയത്തു കറാസി, അവിടെ എന്തുണ്ട്? 8 കസേരകൾ ഉണ്ട്. അടുത്തത് വലി മദ്രസത്തി തിസ്അത്തു അബ്വാബ്, മദ്രസക്ക് 9 വാതിലുകൾ ഉണ്ട്. ബാബിന്റെ ജംആണ് അബ്വാബ്. ബാബ് എന്ന് പറഞ്ഞാൽ ഏകവചനം, അബ്വാബ് എന്ന് പറഞ്ഞാൽ ബഹുവചനം. ബാബ് ഏകവചനം, അബ്വാബ് ബഹുവചനം. അപ്പം വലി മദ്രസത്തി തിസ്അത്തു അബ്വാബ്, എൻ്റെ മദ്രസക്ക് 9 വാതിലുകൾ ഉണ്ട്. വലഹ അശ്റത്തു ശബാബീഖ്, അതിന് അല്ലെങ്കിൽ അവിടെ 10 വലഹ അശ്റത്തു ശബാബീഖ്, വലഹ അശ്റത്ത് എന്ന് പറഞ്ഞാൽ 10 ജനൽ വാതിലുകൾ ഉണ്ട്. ജനവാതിൽ എന്ന് പറയില്ലേ, ഷബാബീഖ് എന്ന് പറയാം. ഒരു ജനലാവുമ്പോൾ ഷുബാഖ് എന്ന് പറയും. ഒന്നിന് ഷുബാഖ്, കുറേ ഷുബാഖ് ഉണ്ടാവുമ്പോൾ ഷബാബീഖ്, ജനവാതിലുകൾ എന്നർത്ഥം. അപ്പം അവിടെ 10 ജനവാതിലുകൾ ഉണ്ട്. പിന്നെ താഴെ കുറച്ച് വായിക്കാനാണ്, നമ്മൾ വായിച്ച് പഠിച്ചാൽ മതി. അന, അന്ത, അന്തി, ഹാദ, ഹാദിഹി, ഫി, അല, ദാലിക, തിൽക, മാ, മൻ, ഐന, അബി, കലമി. ഇതൊക്കെ വായിച്ച് പഠിക്കാനുള്ളതാണ്, തത്വത്തിലെ പ്രശ്നമില്ല. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നുക്കമ്മിൽ ബിൽ മുനാസിബിക് മാ ഫിൽ മിസാൽ, നമ്മൾ എന്ത് ചെയ്യുക? ചേരുമ്പടി ചേർക്കുക എന്ന് കേട്ടിട്ടില്ല? ചേരുമ്പടി ചേർക്കുക. ഇവിടെ ഹാദ കൊടുത്തിട്ടുണ്ട്, ഹാദിഹിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഹാദയാണോ ഹാദിയാണോ പൂരിപ്പിക്കേണ്ടത് എന്ന് ചോദിക്കുന്നത്. ഡാഷ് സ്വദീഖി, ഇവിടെ ഹാദയാണോ ഹാദിയാണോ എന്ന് നമ്മൾ കണ്ടെത്തുക. ഇവിടെയൊക്കെ തന്നെ, ഇവിടെയൊക്കെ ചേരുമ്പടി ചേർക്കുക, അത് നിങ്ങൾ കണ്ടുപിടിക്കുക. പിന്നെ നസിലു വനക്തുബു കമാ ഫിൽ മിസാൽ, ഇവിടെ എന്താണ്? ഹാദ അബുൻ, ഹാദ അബി, ഹാദിഹി ഉമ്മുൻ, ഹാദിഹി എന്ത് പറയണം? ഇതേമാതിരി നമ്മൾ ഉണ്ടാക്കണം. ഇവിടെ ഹാദ അബുൻ, ഇത് പിതാവാകുന്നു. പിന്നെ പറയുന്നത് ഹാദ അബി, ഇത് എൻ്റെ പിതാവാണ്. ആദ്യം പറഞ്ഞത് പിതാവാണ്, ഏതോ ഒരു പിതാവ്. പിന്നെ പറയുന്നത് ഇത് എൻ്റെ പിതാവാണ്. അപ്പോൾ എൻ്റെ പിതാവാണ് നമ്മൾ എന്ത് മാറ്റം സംഭവിച്ചു? ഒരു യാന് ഏറ്റി കൊടുത്തു അല്ലേ? ഇവിടെ ഒരു യാ ഇട്ട് കൊടുത്തു. അബുൻ എന്നുള്ളത് അബി എന്നാക്കി മാറ്റി അല്ലേ? എന്നതുപോലെ ഹാദിഹി ഉമ്മുൻ, ഇത് ഉമ്മയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് എൻ്റെ ഉമ്മയാണെന്ന് പറയാം. അതെങ്ങനെ പറയും? ഇതേമാതിരിക്ക് എന്ത് ചെയ്യണം? വ്യത്യാസപ്പെടുത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഹാദിഹി ഉമ്മുൻ, ഹാദിഹി ഉമ്മുൻ എന്നുള്ളത് എന്താക്കണം? അത് എൻ്റെ ഉമ്മയാണ് എന്ന് ആക്കി മാറ്റണം. ഇവിടെയൊക്കെ തന്നെ ദാലിക കിതാബുൻ, ഇത് കിതാബ് ആകുന്നു. തിൽക ഹിറത്തുൻ, അത് പൂച്ചയാകുന്നു. ഹിയ ഉഖ്തുൻ, അത് സഹോദരിയാകുന്നു. ഹുവ സദീഖൻ, അത് സദീഖാണ്. ഇതൊക്കെ എന്താക്കണം? എൻ്റെ എന്നാക്കി മാറ്റണം. മനസ്സിലായില്ലേ? ഇതെല്ലാം എൻ്റെ എന്നാക്കി മാറ്റണം. അത് എങ്ങനെയാക്കി മാറ്റുക? ദാലിക്, ഉദാഹരണം പറയാം, ദാലിക് കിതാബ്, അത് കിതാബാണ്. ഇനി അത് എൻ്റെ കിതാബാണെന്ന് എങ്ങനെ പറയാ? അപ്പോൾ ഇതെല്ലാം എൻ്റെ എന്നാക്കി മാറ്റണം. അത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ആക്കി കൊടുക്കുക. പിന്നെ അല്ലശ്യ, നമ്മളിവിടെ എന്ത് ചെയ്യുക? എണ്ണുക. ഇവിടെ 3 അശ്യ, 3 പേന, അത് 3 ഇട്ട് കൊടുത്തു. പിന്നെ അക്ഷരത്തിലും അക്കത്തിലും, ഇത് അക്കത്തിൽ, ഇത് അക്ഷരത്തിൽ അല്ലേ? ഇവിടെ 3 ഉണ്ട്. അത് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. എങ്ങനെ? അക്കത്തിൽ, അക്ഷരത്തിൽ ഇങ്ങനെയാണ് എഴുതുക. അതേമാതിരി ഇതെല്ലാം അക്കത്തിലും അക്ഷരത്തിലും എങ്ങനെ എഴുതും? ഇവിടെ എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 ഉണ്ട്. 8 എങ്ങനെ പിന്നെ അക്കത്തിൽ കൊടുക്കുക? ഇവിടെ എങ്ങനെ അക്ഷരത്തിൽ കൊടുക്കുക? അതേമാതിരി ഓരോന്നും എണ്ണിയിട്ട് അത് അക്കത്തിലും അക്ഷരത്തിലും കൊടുക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും ഭാഗമാണ് ഈ വീഡിയോയിൽ വെക്കുന്നത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.
എല്ലാവരും സഹകരിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൊടുക്കുക. പിന്നെ പാഠങ്ങളൊക്കെ ശരിക്ക് പഠിക്കുക. രക്ഷിതാക്കൾ എന്ത് ചെയ്യുക? കുട്ടികൾക്ക് ശരിക്ക് വായിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും? മദ്രസയിൽ നല്ല വിജയിക്കാൻ കഴിയും കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.